KPCC ഓഫീസിൽ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 63 MLA-മാരും പങ്കെടുത്തു. AICC നിയോഗിച്ച പ്രത്യേക നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും യോഗത്തിൽ സംബന്ധിച്ചു. പുതിയ പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾക്കാണ് ഈ യോഗത്തോടെ തുടക്കമായത്. പാർലമെന്ററി പാർട്ടി നേതാവിനെ നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം AICC പ്രസിഡന്റിന് നൽകിക്കൊണ്ടുള്ള പ്രമേയം യോഗം ഏകകണ്ഠമായി പാസാക്കിയതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. KPCC പ്രസിഡന്റാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രമേയത്തെ പിന്താങ്ങുകയും ഏകകണ്ഠേന ഇത് പാസ്സാകുകയും ചെയ്തു. ഈ പ്രമേയം ഇതിനോടകം തന്നെ AICCക്ക് ഔദ്യോഗികമായി കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി പരിഗണിച്ചില്ലെങ്കിൽ മറ്റൊരു സ്ഥാനവും വേണ്ടെന്ന നിലപാട് VD സതീശൻ സ്വീകരിച്ചതോടെ ഹൈക്കമാൻഡ് തീരുമാനം അതിനിർണായകമായി. AICC നിരീക്ഷകരെ ഇക്കാര്യം അറിയിച്ചെന്നാണ് വിവരം. 63 MLA-മാരിൽ 25-ലേറെ പേർ KC അനുകൂലിച്ചെന്നാണ് അവരുടെ ക്യാമ്പിന്റെ അവകാശവാദം. 23 പേരുടെ പിന്തുണ തങ്ങൾക്കെന്ന് ചെന്നിത്തല അനുകൂലികൾ പറയുന്നു. എണ്ണം പറഞ്ഞില്ലെങ്കിലും മുതിർന്ന MLA-മാരിൽ വലിയൊരു പങ്കും യുവനിരയും വേഴിയുടെ പേര് നിർദ്ദേശിച്ചെന്ന് സതീശൻ പക്ഷവും അവകാശപ്പെട്ടു. കന്നിക്കാരായ MLA-മാർ ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പം എന്ന നിലപാടെടുത്തു. ഇതിനിടയിൽ മുസ്ലിം ലീഗ് സതീശനായി ചരടുവലികൾ നടത്തി. അതേസമയം സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേർ VD സതീശൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. KCക്ക് വേണ്ടി രംഗത്തുള്ള AP അനിൽകുമാർ രാത്രി ചെന്നിത്തലയെ കണ്ടു. ഇത് ഇരുപക്ഷവും തമ്മിൽ ധാരണയിലെത്തുന്നതിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ടൈം വ്യവസ്ഥയിൽ ഇരുവർക്കും മുഖ്യമന്ത്രി സ്ഥാനം, സതീശന് പ്രധാന വകുപ്പെന്ന ഫോർമുല. അതേസമയം ഘടകകക്ഷി നേതാക്കൾ കന്റോൺമെന്റ് ഹൗസിലെത്തി സതീശനെയും കണ്ടു. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും സതീശനെ പിന്തുണച്ചു. മറ്റ് ഘടകകക്ഷികൾക്ക് സതീശൻ അല്ലെങ്കിൽ ചെന്നിത്തല എന്നാണ് അഭിപ്രായം. സിറ്റിംഗ് MLA മുഖ്യമന്ത്രിയാവണമെന്ന കേരള കോൺഗ്രസ് സഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഘടകകക്ഷി നേതാക്കളും KDP നേതൃത്വവും നിരീക്ഷകരെ കണ്ടു. മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള പോര് പൊതുജന മധ്യത്തിൽ വെറുപ്പുളവാക്കുമെന്ന് ഘടകകക്ഷികൾ നിരീക്ഷകരെ അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ക്ഷണിച്ചു വരുത്തരുതെന്ന വികാരവും പങ്കുവച്ചു. ഭൂരിപക്ഷം സാമാജികരുടെയും പിന്തുണ വേണുഗോപാലിനെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോയേക്കില്ല. കോൺഗ്രസിന് 63 സീറ്റോടെ നിർണായക സ്വാധീനമുള്ളതിനാൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദതന്ത്രം അംഗീകരിക്കപ്പെടണമെന്നുമില്ല. മുഖ്യമന്ത്രി പരിഗണന കിട്ടാതെ വന്നാൽ ഡിമാൻഡ് വെച്ച സാഹചര്യം നേരിടാൻ സതീശൻ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടരുതെന്ന പരാമർശത്തിന് പിന്നാലെ മാത്യു കുഴൽനാടനെ വിമർശിച്ച് ഇരിക്കൂറിൽ യൂത്ത് ലീഗ് ഫ്ലക്സ് ബോർഡ്. കുഴൽനാട, നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട വാചകങ്ങളോടെയാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. VD സതീശൻ അഭിവാദ്യം നേരുന്ന വാചകങ്ങളും ഫ്ലക്സ് ബോർഡിലുണ്ട്. മുഖ്യമന്ത്രിയായി VD സതീശനെ പിന്തുണച്ചുകൊണ്ട് പട നയിച്ചവൻ നയിക്കട്ടെ എന്നാണ് ബോർഡിലെ വാചകങ്ങൾ. യൂത്ത് ലീഗ് ഇരിക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ VD സതീശന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കിയ മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരുന്നു. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും തിരിച്ചും അങ്ങനെയാകണമെന്നാണ് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചത്. രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന് എപ്പോഴൊക്കെ ആക്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കോൺഗ്രസ് ഒപ്പമുണ്ടായിരുന്നു. പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകണമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. പാർട്ടി തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാകുമെന്നും കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.